എത്ര കിട്ടി? ട്രീറ്റ് ട്രീറ്റ് ട്രീറ്റ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്റെ ഈ ചാനലിലെ റവന്യൂ റിവീൽ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. അപ്പോ ഫസ്റ്റ് എന്റെ റവന്യൂ, യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ എന്ന് പറയുമ്പോ നമ്മൾ ഒരിക്കലും വന്ന വഴി മറക്കാനൊന്നും പാടില്ലല്ലോ. എന്റെ ഫസ്റ്റ് ചാനല്, എനിക്ക് അങ്ങനെ ഒരു രണ്ടാമതൊരു ചാനലൊക്കെ ഉണ്ട് ഗൈസ്. പലർക്കും അറിയായിരിക്കും, റിജോയ്സിങ് സിസ്റ്റേഴ്സ് എന്നാ ആ ചാനലിന്റെ പേര്. അപ്പോ റിജോയ്സിങ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ മുൻപി നിൽക്കണില്ല ഗൈസ്, ഉള്ള ചാനലിലാണ് എനിക്ക് ഇതുവരെ റവന്യൂ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ റവന്യൂ എന്ന് പറയുന്നത് 8,000 റുപ്പീസ് ആയിരുന്നു. 8,400 500 അങ്ങാണ്ട്. അപ്പോൾ ആ $100 ഇന്ത്യൻ വാല്യൂല് എത്രയായിരുന്നോ അത്രയായിരുന്നു കിട്ടിയിട്ടുണ്ടായത്. അതേ ചാനലിൽ തന്നെയാണ് എൻ്റെ സെക്കൻഡ് റവന്യൂ കിട്ടിയിട്ടുണ്ടായത്. അതും $100 കുറച്ചും കൂടെ അധികം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 9,000 മുകളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് റവന്യൂ. പക്ഷേ ഇവിടത്തെ വിഷയം അതല്ലല്ലോ. ഇവിടെ ഈ ചാനലിന് എത്ര കിട്ടി അതന്നെ പറഞ്ഞു കൊടുക്ക്. കാരണം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് 4,000 പോയല്ലോ. അപ്പൊ പിന്നെ എത്ര റവന്യൂ കിട്ടി തുടങ്ങിയോ ഒക്കെ എനിക്ക് തോന്നുന്നു. ഇപ്പൊ എല്ലാവർക്കും അറിയാം ഇതിനെ കുറിച്ച്. യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുള്ളത് എല്ലാവർക്കും അറിയാം. എപ്പോ പൈസ കിട്ടുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഒരു 2-3 വർഷം മുമ്പത്തെ പോലെ ഒന്നല്ല, എല്ലാവരും ഇതിനെ കുറിച്ച് അവെയർ ആണ്. അപ്പോ നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഈ യൂട്യൂബില് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. വീഡിയോ ഇട്ടപാട് പൈസ എടുത്തു തരാൻ ഇവിടെ ആർക്കും പറ്റുന്നില്ലല്ലോ. അമ്മായിയുടെ ഭാഗ്യം നല്ലല്ലോ. ഓക്കെ, അപ്പൊ ക്രൈറ്റീരിയ എന്താന്ന് വെച്ചാല് നമ്മള് 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആക്കിയിരിക്കണം. പിന്നെ 4,000 വാച്ച് അവേഴ്സ്, അല്ലെങ്കിൽ ഇപ്പൊ എന്തോ 3,000 വാച്ച് അവേഴ്സ് ഉണ്ട്. അതിനുശേഷം കുറെ കാര്യങ്ങൾ എനേബിൾ ആവും. പക്ഷെങ്കിൽ പ്രോപ്പർ ആയിട്ട് മോണിറ്റൈസേഷൻ ആവാണ്ട് 4,000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആക്കണം. 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ക്രൈറ്റീരിയ ഞാൻ കടന്നു കഴിഞ്ഞു. എനിക്കിപ്പോ 4,500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ പക്ഷെ ഈ 4,000 വാച്ച് അവേഴ്സ് എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു പണിയാണ്. കാരണം അത്രയും നേരം നമ്മളുടെ വീഡിയോ ആൾക്കാർ കാണാന്ന് പറയുന്നത് എന്താ ചെറിയ കാര്യമാണോ? എല്ലാരും ഇങ്ങനെ പിടിച്ചിരുത്താന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? ഞാൻ വലിയ പേളിപണിയൊന്നല്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പറയുന്നത് ഇങ്ങനെ കേട്ടിരിക്കാൻ വേണ്ടിട്ട് അല്ലേ? അപ്പൊ എനിക്ക് അതിന് ഇതുവരെ പറ്റിയിട്ടില്ല. അതായത് ഞാൻ ക്രൈറ്റീരിയ ഒന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അപ്പം മനസ്സിലായോ എനിക്ക് എത്ര പൈസ കിട്ടി ഇതുവരെ? 0. ഓക്കെ, അപ്പൊ ഇനി ആരും ആ ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചു വരണ്ട. ആരും ആ ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചാൽ ഞങ്ങൾക്ക് പൈസ കിട്ടാൻ തുടങ്ങൂല്ലേ? അടുത്ത് സൂൺ നമുക്ക് പൈസ കിട്ടി തുടങ്ങുമെന്ന് വിചാരിക്കാം, പ്രതീക്ഷിക്കാം. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഓരോ ചാനൽ, അല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയത് പൈസക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, പൈസക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. പൈസ ഇല്ലാണ്ട് ജീവിക്കാനൊന്നും പറ്റില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ ആവുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുകയാണെങ്കിൽ കിട്ടും. അപ്പൊ അപ്പൊ എന്റെ ഒരു ചെറിയ വീഡിയോ വെച്ചാൽ കുഞ്ഞു വീഡിയോ അതന്നെയല്ലേ ചെറിയ വീഡിയോ. ഷോർട്സ് ആണ് മാത്രം പറയുന്നത്, ഷോർട്സ് അല്ല, ലോങ് വീഡിയോ. അപ്പൊ എന്റെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ ഫാമിലിയിൽ ഒരു അംഗമാവാൻ നിങ്ങൾക്ക് എന്താ ഞാനായിട്ട് ഫ്രണ്ട് ആണെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ ഞാൻ റിപ്ലൈ ഒക്കെ കൊടുക്കും. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അധികം ഫോളോവേഴ്സ് ഒന്നുമില്ല. ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും. നമുക്ക് നല്ല കട്ട കമ്പനി ആവാം. അപ്പോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോ ബൈ ഗൈസ്, ബൈ. ഫുസയുടെ വകയും ബൈ. തിരിഞ്ഞോ? എത്ര കിട്ടി?